ജസ്റ്റിസ് ഹേമ ആക്ച്വലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല, അല്ലെങ്കിൽ അത് ആ അധികാരം ആരുടേതാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ദാറ്റ്സ് എ കോൾ ദേ ഹാവ് ടു ടേക്ക്. എന്റെ ആഗ്രഹം ഇതേ ഉള്ളൂ, ആ എക്സസൈസ് എന്തിനായിരുന്നു? ഇപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് രൂപീകരിച്ചതിന് പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു? അത് നിറവേറ്റപ്പെടണം. നമസ്കാരം. മലയാള ചലച്ചിത്ര വേദിയിലെ ലൈംഗിക അരാജകത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. WCCയുടെ ആവശ്യപ്രകാരമാണ് മുഖ്യമന്ത്രി സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെയും അസമത്വത്തെയും കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിക്കുന്നത്. മുൻകാല മലയാള നടി ഉർവശി ശാരദ, KB വത്സലകുമാരി IAS എന്നിവരടങ്ങുന്ന സംഘമായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ ജസ്റ്റിസ് ഹേമയെ കൂടാതെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് നിരവധി നാളുകൾ തന്നെയാണ് ഹേമ കമ്മീഷൻ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും നടികളും അടക്കമുള്ള സിനിമാ നടീനടന്മാരടക്കമുള്ള സാങ്കേതിക വിദഗ്ധരടക്കമുള്ള ആളുകളിൽ നിന്നും മൊഴിയെടുക്കുകയും ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. എന്നാൽ സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ട് 4.5 വർഷക്കാലം മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത. പിന്നീട് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാകട്ടെ ഇതിൽ നിന്ന് എന്തൊക്കെയാണോ മാറ്റേണ്ടത് അവയെല്ലാം മാറ്റിക്കൊണ്ട്, അതായത് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ആരൊക്കെയാണ് വേണ്ടപ്പെട്ടവരായി ഉള്ളത് അവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ അത്രയും തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ഹേമ സമർപ്പിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഏതാണ്ട് 70ഓളം പേജുകളാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മാറ്റിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു സർക്കാർ ഈ നാടകം കളിച്ചത്, ഈ പ്രഹസനം നടത്തിയത് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം. എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നറിയുകയാണെങ്കിൽ, ഒരു തൊഴിൽ മേഖലയിൽ അത്തരം അരാജകത്വങ്ങളും ലൈംഗിക ചൂഷണങ്ങളും അസമത്വം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, അരാജകത്വം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ, ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു. കമ്മീഷൻ കൃത്യമായി തന്നെ പഠിച്ച കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു നടപടിയും കൈക്കൊള്ളാതെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന വിഷയങ്ങളാണ് ഇതിലുള്ളത് എന്ന് ആക്ഷേപിച്ച് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അവർക്ക് വേണ്ടപ്പെട്ട ചില ആളുകളുടെ സ്വകാര്യതകൾ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി അത്തരം ആളുകളിൽ നിന്നും കോടിക്കണക്കിന് കോഴ വാങ്ങി ഈ റിപ്പോർട്ട് മുക്കി എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്നും ഉയരുന്ന ആക്ഷേപം, ജനങ്ങളിൽ നിന്നും ഉയരുന്ന ആക്ഷേപം. എന്തിനാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പിന്നെ ഇത്തരത്തിലൊരു കമ്മീഷന് വച്ചത്? ഖജനാവിൽ നിന്നും കോടികൾ മുടക്കി എന്തിനാണ് ഇത്തരം ഒരു പ്രഹസനം നടത്തിയത് എന്നാണ് ചോദിക്കുന്നത്. പെരുവഴിയിലൂടെ ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ എത്ര ഉന്നതനായ ഒരാളായാലും അവരെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പോലീസിന് നിയമമെടുത്ത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഈ നാട്ടിലുണ്ട്. എന്നാൽ ഈ സ്ത്രീയെ കയറി പിടിക്കുന്ന ആൾ സമൂഹത്തിൽ എത്ര വലിയ പദവി വഹിക്കുന്ന ആളായാലും ഇയാളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത്തരം പേരുവിവരങ്ങൾ സർക്കാരോ ആഭ്യന്തര വകുപ്പോ പോലീസുകാരോ മറച്ചു വെക്കുകയാണെങ്കിൽ അതിനെന്ത് മറുപടിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും പറയാനുള്ളത് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തി എത്ര തന്നെ ഉന്നതനായാലും അയാൾ ചെയ്യുന്ന നിയമരാഹിത്യങ്ങൾ, നിയമപരമല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും പച്ചയ്ക്ക് പറഞ്ഞാൽ ചെറ്റത്തരത്തിന് മുഴുവൻ കൂട്ടുനിൽക്കുന്ന പണിയല്ല സർക്കാരിൻ്റെത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. സിനിമാ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ലൈംഗിക അരാജകത്വങ്ങളും ലൈംഗിക ചൂഷണങ്ങളും അസമത്വങ്ങളും തുറന്നു കാണിക്കുവാൻ വേണ്ടി അതേക്കുറിച്ച് പഠിച്ച് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ 4 വർഷം അടയിരുന്നു കൊണ്ട് 4.5 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സർക്കാർ പറയുന്നു സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന വിഷയങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ടത്രേ. ജസ്റ്റിസ് ഹേമ തന്നെ ഇത്തരം വിവരങ്ങൾ രേഖാമൂലം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതിന്റെ പേരിലാണ് ഇതിൽ കുറ്റക്കാര് അല്ലെങ്കിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗങ്ങൾ അത്രയും എഡിറ്റ് ചെയ്ത് മാറ്റി, അല്ലെങ്കിൽ അത്തരം പേജുകൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും മാറ്റി 70ഓളം പേജുകൾ മാറ്റിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ സമർപ്പിക്കപ്പെട്ടത്? ഇതെന്തിനാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പൊതുജനത്തോട് പറയേണ്ടത് എന്നാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ അടക്കമുള്ള ആളുകൾ
പറയുന്നത്. ഈ വിഷയത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ പുലികളുടെ അല്ലെങ്കിൽ വലിയ വലിയ വമ്പൻ സ്രാവുകളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമയിലെ സൂപ്പർ സ്റ്റാറായ ഒരു നടൻ ദിവസങ്ങളായി ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആശുപത്രിയിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഇനിയും ആരൊക്കെയാണ് ബോധരഹിതരായി നിലം പതിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതിനിടയിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് സിനിമാ മേഖലയിൽ പരക്കെ ആക്ഷേപമുയരുന്ന സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ നിരവധി ആളുകൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സിനിമാ മേഖലയിൽ ഇത്തരം ലൈംഗിക ചൂഷണങ്ങളും അരാജകത്വങ്ങളും അസമത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രവണതകൾക്കും പ്രവൃത്തികൾക്കും കൂട്ടുനിന്നവരെയും ചുക്കാൻ പിടിച്ചവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, അവരെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കണം എന്ന് തന്നെയാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആവശ്യം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി തന്നെ പഠിച്ച് സർക്കാർ അതിന്മേൽ നടപടിയെടുക്കണം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സിനിമാ പ്രവർത്തകയായ വനിതയ്ക്ക് ഏതെങ്കിലും സിനിമാ പ്രവർത്തകരിൽ നിന്നും ഒരു ലൈംഗിക ചൂഷണപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരെ ബലാത്കാരപൂർവ്വം ആരെങ്കിലും ലൈംഗിക പ്രവൃത്തികൾക്ക് വിധേയരാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വനിതകൾ, അത്തരം ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരായ വനിതകൾ രേഖാമൂലം പരാതി നൽകിയാൽ നടപടിയെടുക്കാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതെന്തൊരു ന്യായമാണ് മുഖ്യമന്ത്രി എന്നാണ് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കും. ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പീഡിപ്പിച്ചവന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല, അത് സ്വകാര്യതയെ ഹനിക്കുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്ത് തരത്തിലുള്ള നൈതികതയാണ് കേരള ജനതയെ അഭിമുഖീകരിക്കാൻ ഉള്ളത് എന്ന് തന്നെയാണ് പലരും മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി തന്നെ ഇപ്പോൾ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ മലയാളത്തിലെ സൂപ്പർ താരമായ യൂത്ത് ഐക്കൺ എന്ന് പറയുന്ന പൃഥ്വിരാജ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. ഈ വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നേടിയ പൃഥ്വിരാജ് ഈ വിഷയത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. എന്തിനു വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിച്ചത് എന്ന് പൃഥ്വിരാജ് ചോദിക്കുന്നു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തേടുന്ന അവസരങ്ങളിൽ തന്നെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു, തന്റെ ഭാഗത്തു നിന്നും മൊഴികൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി പൃഥ്വിരാജ് പറയുന്നു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് സുതാര്യമാണ്, സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നടപടികൾ എടുക്കണം സർക്കാർ. എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്, ആ റിപ്പോർട്ടിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നുവോ അത് നടപ്പാക്കപ്പെടണം എന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറയുന്നത്. ഇത് വെറും പ്രഹസനമായി മാറാൻ പാടില്ല. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തൊക്കെയാണോ അന്വേഷിച്ച് കണ്ടെത്തി സമർപ്പിച്ചിരിക്കുന്നത്, ഈ അന്വേഷണത്തിനെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെ പൃഥ്വിരാജ് പറയുമ്പോൾ സർക്കാരിന്റെ മുഖത്ത് നോക്കി പൃഥ്വിരാജ് വെല്ലുവിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അരാജകത്വങ്ങളെയും അസമത്വങ്ങളെയും ലൈംഗിക ചൂഷണങ്ങളെയും കൃത്യമായി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിപ്പോർട്ടിൽ ആരൊക്കെയാണോ കുറ്റക്കാർ എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതെങ്കിൽ ഇവർക്കെതിരെ കൃത്യമായി തന്നെ സർക്കാർ നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് പൃഥ്വിരാജ് പറയുമ്പോൾ സ്വകാര്യതയുടെ ഒരു വിഷയം പറഞ്ഞ് സ്വകാര്യതയെ ഹനിക്കാൻ പാടില്ല എന്നുള്ള ചില തട്ടാമുട്ടി ന്യായങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില വ്യക്തികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നിലകൊള്ളരുത് എന്നാണ് പൃഥ്വിരാജ് തുറന്നടിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണോ കോടികൾ മുടക്കി സിനിമാ മേഖലയിലുള്ള അരാജകത്വങ്ങളെയും അസമത്വങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചത്, അങ്ങനെയാണെങ്കിൽ ആ കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിക്കുകയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, അസമത്വങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, അരാജകത്വം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് നിയമം വഴി അത് പരിഹരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. തീർച്ചയായും സർക്കാർ അതിൽ നിന്ന് പുറകോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഈ റിപ്പോർട്ടിന് എന്താണ് വിശ്വാസ്യതയുള്ളത്? ഇത് വെറും പ്രഹസനം മാത്രമല്ലേ എന്നാണ് പൃഥ്വിരാജ് സർക്കാരിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്. ഇത് പിണറായി വിജയന്റെ മുഖത്ത് കിട്ടിയ കനത്ത അടി തന്നെയാണ് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. മലയാള സിനിമയിൽ നിന്നും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെയും മുഖത്തേക്ക് വിരൽ ചൂണ്ടി അല്ലെങ്കിൽ അവരുടെ മുഖത്ത് അടിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഒരു അനീതിക്കെതിരെ സംസാരിക്കുവാൻ ഒരാളെങ്കിലും മലയാള സിനിമയിൽ ഉണ്ടായല്ലോ എന്നുള്ള ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തകരും പൊതുപ്രവർത്തകരും. പൃഥ്വിരാജ് സുകുമാരൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ജസ്റ്റിസ് ഹേമ ആക്ച്വലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്നോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല അല്ലെങ്കിൽ അത് ആ അധികാരം ആരുടേതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ദാറ്റ്സ് എ കോൾ ദേ ഹാവ് ടു ടേക്ക്. എന്റെ ആഗ്രഹം ഇതേ ഉള്ളൂ, ആ എക്സസൈസ് എന്തിനായിരുന്നു? ഇപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് രൂപീകരിച്ചതിന് പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു? അത് നിറവേറ്റപ്പെടണം. ഇഫ് ഇറ്റ് ഇസ് മെന്റ് ടു ക്രിയേറ്റ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അതുണ്ടാകണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ എക്സസൈസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ഞാൻ പൂർണ്ണമായിട്ടും അത് എന്തിനാണോ അത് ചെയ്തത് അത് നിറവേറ്റപ്പെടണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.